ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കാബേജ് കൃഷിയാണ്. നമ്മുടെ കാബേജ് ഇത്രത്തോളമൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ചില കാബേജുകളൊക്കെ കൂടി തുടങ്ങിയിട്ടുമുണ്ട്. കൂടി തുടങ്ങിയ കാബേജൊക്കെ കാണിച്ചു തരാം. എല്ലാം കൂടാനായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാബേജ് നമുക്ക് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് ശീതകാലത്ത് മാത്രമേ കാബേജ് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാബേജിന് നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെയാണ് അനുയോജ്യമായിട്ട് വേണ്ടത്. അത് കണ്ടോ, പിന്നെ കാബേജൊക്കെ കൂടി വരുന്നുണ്ടോ? ഇങ്ങനെ നടുക്കുന്നതാണ് നമ്മുടെ കാബേജ് കൂടി തുടങ്ങുന്നത്. ഇതൊരു ചീരയാണ്, അതിനിടയ്ക്കായിട്ട് നിൽക്കുന്ന ചീര ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ചീര ആയതുകൊണ്ട് ഞാൻ പറിച്ചു മാറ്റി കളഞ്ഞില്ല. അത് കണ്ടോ, ഇതുപോലെ നടുഭാഗം ഇങ്ങനെ നടുക്കുന്ന കൂടിയാണ് നമ്മുടെ കാബേജ് വരുന്നത്. അല്ല നമ്മൾ കാബേജ് കൂട്ടിക്കെട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കാബേജ് കൂടി വന്നോളും. അത് കണ്ടോ, ഒരെണ്ണം ഇവിടെ നന്നായിട്ട് നമുക്ക് കൂടി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും ഞാൻ കെട്ടി കൊടുത്തിട്ടില്ല. ഇതുവരെയും കാബേജ് കൃഷി ചെയ്തതിന് ഞാൻ ഇലകളൊന്നും കെട്ടിയൊന്നും കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് കാബേജ് ഇതുപോലെ കൂടി കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് ചെറിയ ചെറിയ വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ കാബേജെല്ലാം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അതുകൊണ്ടോ, ഞാൻ മുമ്പ് കാബേജിന് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാബേജ് എല്ലാം നട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രോ ബാഗിലാണ്. ഞാൻ അടിവളമായിട്ട് കൊടുത്തത് ചാണകപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നമ്മുടെ കാബേജിൻ്റെ തൈകൾ നട്ട് കൊടുക്കുകയായിരുന്നു. കാബേജിൻ്റെ വിത്തുകൾ നമുക്ക് പാകി മുളപ്പിച്ച് കാബേജ് നട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തൈകൾ കിട്ടുമെങ്കിൽ അതും വാങ്ങിച്ച് നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. തൈകൾ വാങ്ങിച്ച് നട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നന്നായിട്ട് തൈകൾ വളർന്ന് കിട്ടുകയും ചെയ്യും. കൃഷിഭവനൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് കൃഷിഭവനിലൊക്കെ പോയി അന്വേഷിച്ചാൽ ഇതുപോലെ കാബേജിൻ്റെ തൈകളൊക്കെ കിട്ടും. നേഴ്സറിയൊക്കെ അടുത്തുള്ളതാണെങ്കിൽ അവിടെ പോയി നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഒരു കാബേജ് തൈക്ക് 3 രൂപ നിരക്കിൽ നമുക്ക് കൃഷിഭവൻ്റെ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൃഷിഭവൻ വഴി നമുക്ക് സൗജന്യമായിട്ടൊക്കെ ഇതുപോലെ പച്ചക്കറി തൈകളൊക്കെ കിട്ടുകയും ചെയ്യും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. ആരും മറന്നു പോകരുത്. ഇത്രയും നാളിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. ഞാൻ നമ്മുടെ ഈ കാബേജ് കൃഷിക്ക് അധികമായിട്ട് വലിയ വളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ച ചാണകം പുളിപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഉള്ള വളങ്ങളൊന്നും നമ്മൾ വേറെ ഇതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് കാബേജ് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാബേജ് ഇതുവരെ കൃഷി ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും 1-2 കാബേജ് തൈകളൊക്കെ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച് നോക്കും. നിങ്ങൾക്കും കാബേജ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ വളം കൊടുക്കാനായിട്ട് പോവുകയാണ്. വളം കൊടുക്കാൻ എടുത്തിരിക്കുന്നത് ഇതാണ് ചാണകപ്പൊടിയും ചാരവുമാണ്. ചാരത്തിൽ പൊട്ടാഷ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ പൂക്കാനായിട്ടും കഴിക്കാനും ഒക്കെ സഹായിക്കും. അപ്പം നമ്മുടെ കാബേജിന് നമ്മൾ ഈ ഒരു വളം തന്നെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചാണകപ്പൊടി ഇല്ലാതെ ആട്ടിൻ കാഷ്ടമാണുള്ളതെങ്കിൽ ആട്ടിൻ കാഷ്ടവും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കോഴിവളം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോഴിവളവും ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കാബേജിന് ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാബേജൊക്കെ വാടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാബേജിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇത് സൈഡ് വഴി ഇതുപോലെ ഇളക്കി കൊടുത്തിരിക്കുന്നതാണ്. അതിന് മുമ്പ് വളമിടുന്നതിന് മുമ്പ് കളകളൊക്കെ ഉണ്ടെങ്കിൽ കളകളും നീക്കം ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ കാബേജിനകത്തൊന്നും അധികം കളകളൊന്നുമില്ല. കളകൾ വളരാനുള്ള സ്പേസ് ഒന്നുമില്ല. കാബേജ് തന്നെ ഒരു ഗ്രോ ബാഗിനകത്ത് നിറഞ്ഞാണ് വളർന്ന് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ വേറെ കാടുകളൊന്നും വളർന്ന് നിൽപ്പില്ല. അപ്പോൾ നമുക്ക് വളമിട്ട് കൊടുക്കാം.
തണ്ടിൽ മുട്ടിക്കാതെ അതിന് ചുറ്റിനുമായിട്ട് നമ്മളിതുപോലെ വളം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതുപോലെ 1-2 കാബേജൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിഷവുമില്ലാത്ത കാബേജൊക്കെ തോരൻ വെച്ച് കൂട്ടാനായിട്ട് സാധിക്കും. കീടനാശിനികളൊന്നും അടിക്കാതെ തന്നെ നമുക്ക് നല്ല കാബേജ് തോരൻ വെച്ച് കഴിക്കാനൊക്കെ സാധിക്കും. നമ്മൾ അല്ലാതെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാബേജൊക്കെ ആണെങ്കിൽ അതൊക്കെ വിഷമൊക്കെ ഉള്ളതായിരിക്കും. ഇതുപോലെ കീടങ്ങളൊന്നും ഉപദ്രവിക്കാതിരിക്കാനൊക്കെ പല തരത്തിലുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിച്ചായിരിക്കും കർഷകരൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു കീടനാശിനികളും ഉപയോഗിക്കാത്ത കാബേജ് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃഷി ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ തന്നെ കൊടുത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറികളെ സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല വിളവും നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഇതിലെ പുഴുവൊക്കെ കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ നമ്മുടെ കാബേജിനെയൊക്കെ നിരീക്ഷിക്കണം. അതിനിടയിൽ എവിടെയെങ്കിലും പുഴുവൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. പുഴുവൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാബേജിനകത്തും പുഴു കയറി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് നമ്മുടെ കാബേജിനെ നിരീക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. നമുക്ക് എല്ലാ ചുവട്ടിലും ഇതുപോലെ വളമിട്ട് കൊടുക്കാം. ചാണകപ്പൊടിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അതും വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചാണകപ്പൊടിയൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ചാണകപ്പൊടിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ കാബേജിലെയും ചുവട്ടിലും നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് 2 കാബേജാണ്. അന്ന് എനിക്ക് ഗ്രോ ബാഗ് ഇല്ലാഞ്ഞ കാരണം ഞാൻ 2 എണ്ണം കൂടെ ഒരെണ്ണത്തിനകത്ത് വെച്ച് കൊടുത്തു. ഇത് സാരമില്ല, കാബേജ് ഉണ്ടാകും. നന്നായിട്ട് വളം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കലും നമുക്ക് എന്തെങ്കിലും ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ കാബേജിൻ്റെയൊക്കെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.